നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എനർജിയാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ, എന്താണ് അവർ ചിന്തിക്കുന്നത്, അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് എന്താണെന്നാണ് നമ്മൾ ആഴത്തിൽ അറിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുകയുള്ളൂ. നിങ്ങൾക്ക് അനുകൂലമാകുന്ന പോസിറ്റീവ് ആകുന്ന ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ. കാരണം ജനറൽ റീഡിങ്സ് ആണ്, ഒരുപാട് വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആകുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ റീഡിങ്സിൽ ഫോക്കസ് ചെയ്യുക കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നല്ലൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്കടെ മനസ്സിൽ എന്തൊക്കെയാണോ ചോദ്യങ്ങളുള്ളത് അതൊക്കെ വ്യക്തവും കൃത്യമായിട്ട് മറുപടി ലഭിക്കാൻ നിങ്ങളെ സഹായിക്കും. പിന്നെ മെയിനായിട്ട് ചിലരുടെ റീഡിങ്സുകൾ എടുക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പം അവരെന്താണോ മനസ്സിൽ ചിന്തിച്ചത് അതാണ് റീഡിങ്സിൽ കിട്ടേണ്ടതെന്നാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമല്ല റീഡിങ്സിൽ വരുന്നത്, ശരിക്കും കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്ന കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ലേഡി ഹസ്ബൻഡിന് തേർഡ് പാർട്ടി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് റീഡിങ്സ് എടുത്തിരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് തേർഡ് പാർട്ടി ഇല്ലാത്ത ഒരാളുടെ ആ വ്യക്തി ചിലപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കായിരിക്കും അല്ലേ. നൈറ്റൊക്കെ ചിലപ്പോൾ നല്ല അർദ്ധരാത്രിയൊക്കെ ചിലർക്ക് ഉറക്കം വരാതെ വരുമ്പോൾ അവർ എഴുന്നേറ്റ് പോയി ഫോണിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ നിവാരണം നടത്താൻ പറ്റുന്നുണ്ട്. ഒരാൾ ഫോൺ യൂസ് ചെയ്യുന്നത് അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടായിട്ടാണ് 2 മണിക്ക് 3 മണിക്കെന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് ചിന്തകളിൽ നിന്നൊക്കെ പുറത്ത് വരിക കേട്ടോ. കാരണം ചിലർക്ക് ഉറക്കമൊക്കെ വരാത്ത സമയത്ത് അവർ ചിലപ്പോൾ എണീറ്റിരുന്ന് ഇപ്പം ഞാനടക്കം ചില ദിവസങ്ങളിലൊക്കെ കുറച്ച് സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യുമ്പോൾ രാത്രിയിൽ ഉറങ്ങി എണീറ്റിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കും. കാരണം അത് ഉടനെ നമ്മൾ നെഗറ്റീവാകുന്ന എന്തെങ്കിലും കാര്യത്തിനാണോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളുള്ളവർ ശരിക്കും സ്വയം ഹീലാക്കാൻ നോക്കുക കേട്ടോ. അല്ലാണ്ട് ചുറ്റുമുള്ള വ്യക്തികളെ കുറ്റപ്പെടുത്താനും കുറ്റക്കാരാക്കാനും നോക്കരുത്. കാരണം വ്യക്തമായിട്ടൊരു പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സ്ഥാപിക്കാൻ പറ്റൂ. റീഡിങ്സിൽ ഒരു തേർഡ് പാർട്ടി ഇല്ലാത്ത ഒരാളെ തേർഡ് പാർട്ടി ഉണ്ടെന്ന് നമ്മൾ ചിത്രീകരിച്ച് ഒരാളെ സന്തോഷിപ്പിക്കുക എന്നത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. എനിക്കതിനൊന്നും സമയമില്ല. ഇഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി റീഡിങ്സിന്. അതല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വിധി പറയുന്ന ഒരാളായിട്ട് കാണുകയും വേണ്ട. കാരണം ഇപ്പം കൂണ് മുളയ്ക്കുന്ന പോലെ ഇഷ്ടം പോലെ ടാറോ റീഡേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കോ ഇൻസ്റ്റയോ യൂട്യൂബോ ഒന്നും തുറക്കാൻ പറ്റാത്ത വിധം ഒരുപാട് ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സമീപിക്കുക കേട്ടോ. കാരണം ഒരിക്കലും ഞാൻ കാണാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ആരെ സന്തോഷിപ്പിക്കില്ല. എന്താണോ ഞാൻ കാണുന്നത് അത് ശരിയാണേലും തെറ്റാണേലും എനിക്ക് എൻ്റെ ടാറോ നൽകുന്ന എനർജി ഞാൻ നിങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെയധികം ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ, നിങ്ങൾ തമ്മിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തി വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ശരിക്കും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതിനകത്ത് നിരാശ കണക്റ്റഡ് ആകുന്നുണ്ട്. ചില സമയത്തൊക്കെ ഒരു പൊസസീവ്നെസ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു പൊസസീവ്നെസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത അവരുടെ ഫീലിങ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളൊരു കുടുംബം പോലെ, നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ഒരു മെയിൻ സ്ഥാനം, അവരുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളുണ്ടാവാം. പ്രാധാന്യമുള്ള ഒരു പേരൻസ്, സഹോദര ബന്ധങ്ങളിലുള്ളവർ, ആഴത്തിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് എനർജികൾ, അതുപോലെ തന്നെ ഒരു സ്ഥാനം നിങ്ങൾക്കും അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ഒരു ഫാമിലി മെമ്പറിൽ ഒരാൾ നിങ്ങളായിരുന്നു എന്നതും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയി നിൽപ്പുണ്ട്. ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി നിൽപ്പുണ്ട്. സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെ എനർജി അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത്,
ഒരു പക്ഷേ നിങ്ങളെ കണക്റ്റ് ചെയ്തിട്ടുള്ളൊരു മാസമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച വ്യക്തിയെ കണക്റ്റ് ചെയ്തിട്ടുള്ള മാസമായിരിക്കാം കേട്ടോ. അവരെ സംബന്ധിച്ച് അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളെ മറന്നുകൊണ്ട് അവർക്കൊരു ദിവസം പോലും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങളുടെ ഓർമ്മകൾ അവർ ഏത് കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴും ഓർമ്മകൾ അവർ വളരെ കണക്റ്റഡ് ആക്കി കാണുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന കാലഘട്ടം, ആ ഒരു സെലിബ്രേഷൻ, ആ ഒരു സന്തോഷം മാത്രവുമല്ല അവർ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഒരു പാഷനായിരുന്നു നിങ്ങൾ. അവരെന്തു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങളൊക്കെ അവർക്ക് വളരെ എനർജറ്റിക് ആയിരുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് ഈ എനർജിയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അവരുടെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ നിങ്ങൾ. കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളോടൊപ്പം കടന്നു പോകുമ്പോഴൊക്കെ ജീവിതത്തിൽ ഒരു സക്സസ്, ഒരു പൂർണ്ണത കിട്ടിയ ഒരു ഫീലിങ്സ് ഇവർക്കുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ ഒരിക്കലും അവർ ഒരു മോശം കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു വ്യക്തിയായിട്ടോ അല്ല അവരുടെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടിരുന്നത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അവർക്ക് വേണ്ട, അവർക്ക് അവരുടെ ലൈഫിലെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളെ കണ്ടിരുന്നത്. അതേ എനർജി ഇപ്പോഴും കറൻറ്റിൽ അവരുടെ ചിന്തകളിലുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ കർമ്മ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ റിലേഷനിൽ ഒരു എന്താ പറയുക, ഒരു ജസ്റ്റിസ് എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ മറ വന്നു നിങ്ങൾക്കിടയിൽ, എന്തൊക്കെയോ കാര്യങ്ങളെ ഹൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസുകൾ, ഒരു വിശ്വാസക്കേടിൻ്റെ ഒരു എനർജി നിങ്ങൾക്കിടയിൽ കണക്റ്റഡ് ആയി എന്നുള്ളത് കാണുന്നുണ്ട്. എവിടേക്കോ ഒരു റോങ് ഫീലിങ്സ്, ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷനിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുണ്ടായ പ്രവർത്തികളിലാവാം, എന്തൊക്കെയോ ഒരു ഹൈഡ് എനർജി, ഒരു റോങ് ഫീലിങ്സ്, അതൊരു ജസ്റ്റിസ് പോലെ വന്നതാണ് കേട്ടോ. കർമ്മയായിട്ട് വന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിധിയായിട്ട് ക്രിയേറ്റ് ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സംതിങ് റോങ് ഫീലിങ്സ് വരികയും നിങ്ങൾക്കിടയിൽ ഒരു എന്താ പറയുക, പരീക്ഷണ കാലഘട്ടം, ഒരു സെപ്പറേഷൻ്റെ കാലഘട്ടം ഉണ്ടാവുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ചിലരുടെ എനർജിയിൽ നോക്കുമ്പോൾ ലീഗൽ പരമായിട്ട് ചില പ്രശ്നങ്ങളിലേക്ക് ചെന്നുപെട്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു ബാലൻസ്, സത്യത്തെ മറച്ചു വെച്ച് കളഞ്ഞ, അല്ലെങ്കിൽ സത്യം തിരിച്ചറിയാതെ പോയ ചില സന്ദർഭങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതെല്ലാം ഒരു കർമ്മഫലമായിട്ട് നിന്ന സിറ്റുവേഷൻസാണ്. ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. ആ പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും പരാജയപ്പെടുകയും ചെയ്തത്. പ്രപഞ്ചം ചില സമയത്ത് നമുക്കൊരു പരീക്ഷണം ഇട്ട് തരും. ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കുക എന്നതാണ് നമ്മളുടെ കഴിവ്. നമ്മളുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, നമ്മളുടെ പ്രവർത്തികളൊക്കെ പോസിറ്റീവാണ് എങ്കിൽ നമ്മൾ പരീക്ഷണ കാലഘട്ടത്തെ മറികടക്കാൻ സാധിക്കും. അതല്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ മറ്റാരുടെയെങ്കിലുമൊക്കെ നെഗറ്റീവ് പ്രസൻസ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് പരാജയമായിരിക്കും. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങളുടെ റിലേഷനിലേക്ക് കടന്നു വന്നിരുന്നു. തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് നിങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുത്തു, പ്രാധാന്യം തേർഡ് പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകളയാൻ പറ്റാത്ത അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻസ് ഉണ്ട്. ഒരു സോൾ കണക്ഷൻസ് നിങ്ങൾക്കിടയിലുണ്ട്. ഒരു മദർ എനർജിയെ പോലെ, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പ്രഷ്യസ് ആയ ഒരു അബണ്ടൻസ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾക്കിടയിൽ. പക്ഷേ അതിനിടയിൽ നിങ്ങൾക്കിടയിൽ വന്ന ആ ഒരു കർമ്മ പരീക്ഷണം തേർഡ് പാർട്ടി ആയിട്ടായിരുന്നു കേട്ടോ. 10 ഓഫ് പെന്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു കുടുംബം, ഫാമിലി പോലെ നിങ്ങളെ ആ വ്യക്തി കണ്ടിട്ടുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബ്ലെസ്സിങ്സ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ റിയൂണിയൻ പ്രസൻസ്, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ ഒരു റിയൂണിയൻ പ്രസൻസിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിലൊരു റിയൂണിയൻ പ്രസൻസ് കണക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. റിയൂണിയൻ പ്രസൻസിൻ്റെ എനർജി ഉണ്ട്, ഉടനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ അതിൻ്റെ ലക്ഷണങ്ങൾ, കണക്ഷൻസ് വരുന്നുണ്ട്. ഒരു ബാലൻസ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ, സെപ്പറേഷൻ, അതിനൊരു അവസാനത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്.
നിങ്ങൾ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു സമാപനം കുറിക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു മാറ്റം വരുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു സെപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ആഴത്തിൽ അറിയേണ്ടതല്ലേ, നിങ്ങളെ മനസ്സിലാക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന വെല്ലുവിളികളെ അതിജീവിക്കുക എന്നൊരു സിറ്റുവേഷൻസും അവരുടെ മനസ്സിലുമുണ്ട്. അതുപോലെ ഈ റിലേഷന്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ ഒരു ബന്ധം മാക്സിമം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കാലം കൊണ്ടുപോകണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങളോട് ശരിക്കും ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ അടുപ്പിക്കില്ലാത്ത രീതിയിൽ ശക്തമായിട്ട് നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയും കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ അവരടച്ച് കളഞ്ഞിട്ടുണ്ട്, ബ്ലോക്കാക്കി കളഞ്ഞ സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അവിടെ നിന്നെല്ലാം അവരൊരു പുനർവിചിന്തനം ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പ്, നിങ്ങളെ വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു എന്നതും നിങ്ങളെ പേഴ്സൺ ഒരുപാട് സ്നേഹിക്കുന്നു എന്നതും എല്ലാം ആ വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു തിരിച്ചറിവിൻ്റെ, മനസ്സിലാക്കലിൻ്റെ ഒരു പാതയിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി നിൽക്കുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ്, അതായത് പാസ്റ്റിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് എത്രത്തോളം ആഴത്തിൽ സ്നേഹമുണ്ടായിരുന്നോ അതേ എനർജിയിലേക്ക്, അതേ അട്രാക്ഷനിലേക്ക് നിങ്ങളിലേക്ക് ആ വ്യക്തി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരുപാട് ചിന്തകൾ, ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ട് വാക്കുകൾ കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്തവരായിരിക്കും. അതിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. 1 by 1 ആയിട്ട് ഓരോ നിമിഷവും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വാഗ്വാദങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പം തലവേദന എടുക്കുന്ന, കുറ്റബോധം തോന്നുന്ന, അതിൽ നിന്നും പുറത്ത്, ആ ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരവസ്ഥ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. പ്ലസ് ഡിപ്രഷനുണ്ട്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ, ഒരു കുറ്റബോധമൊക്കെ തോന്നിയതൊക്കെ ഏകദേശം ഒരു ഡിപ്രഷൻ എനർജിയിലേക്ക്, ഒരു ഏകാന്തതയിലേക്ക്, എല്ലാ കാര്യങ്ങളോടും ഒരു മടുപ്പ്, ഒരു കൃത്യനിഷ്ഠ നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. പ്ലസ് ആൻസൈറ്റി ഉണ്ട്. എന്തായിരിക്കും ഫ്യൂച്ചറിൽ സംഭവിക്കുക, എന്തായി തീരുമെന്നുള്ളൊരു ചിന്തയൊക്കെ വല്ലാതെ അവരെ ആദ്യ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നൈറ്റ് തോട്ട്സിലേക്ക് നോക്കുമ്പോൾ ഉറക്കമില്ലായ്മയാണ് കൂടുതലായിട്ട് കാണുന്നത്. ആ ഒരു ഉറക്കമില്ലായ്മ വരാനുള്ള കാരണം നിങ്ങളോട് തോന്നുന്ന അൺകണ്ടീഷണലായിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ആഗ്രഹം, അട്രാക്ഷനാണ് അവരെ സംബന്ധിച്ച് അവരെ തളർത്തി കളയുന്നത്. കാരണം ആക്ഷൻ എടുക്കാൻ കൺഫ്യൂഷനുണ്ട്. കാരണം നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ ആ സിറ്റുവേഷൻസിനെ മറികടന്ന്, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ വാക്കുകളിലെ ആ ഒരു ക്രൂവൽ മൈൻഡിനെ മറികടന്ന് നിങ്ങളിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം അവരിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കേട്ടോ. വളരെ ആഴത്തിൽ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. റീയൂണിയനുള്ള യോഗവുമുണ്ട് കേട്ടോ. അതായത് നിങ്ങളെ അവരുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്കൊക്കെ അവർ ഫോക്കസ് ചെയ്യുമ്പം അവർക്കൊന്നും തന്നെ പ്രഷ്യസ് ആയിട്ട് ഇപ്പം കാണുന്നില്ല. എല്ലാം തിരിച്ചറിവിലാണ്. ആദ്യമൊക്കെ മായ വലയത്തിൽ പെട്ടതുപോലെ എന്ത് കാര്യത്തിലും ചെന്ന് ചാടിക്കൊണ്ടിരുന്ന പേഴ്സൺ ആണെങ്കിൽ ഇപ്പം ഒരു കൺട്രോളിങ് വന്നു കഴിഞ്ഞു. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ സമീപിച്ചു തുടങ്ങി. അതുപോലെ ശരിയും തെറ്റും, നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ പറ്റി തുടങ്ങി. നല്ല രീതിയിൽ കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇമോഷണലി ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് അല്ല ചിന്തകൾ ചെന്ന് എത്തിച്ചേരുന്നത് മടുപ്പിലും നിരാശയിലുമാണ് കേട്ടോ. അതായത് ഒരു റോങ് ഫീലിങ്സ്, ലഭിച്ചിരുന്ന മൂല്യവത്തായതിനെയൊക്കെ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു റോങ് ഫീലിങ്സ് മനസ്സിനെ പിടിച്ച് കുലുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ നോക്കുമ്പം ഈഗോയിസ്റ്റിക് എനർജി ഉള്ള, അതായത് സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ള പേഴ്സൺ ആയിരുന്നു. സ്വയം തീരുമാനിച്ച് സ്വയം എടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണെന്നും മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. സെൽഫ് ലവ് ഓവറായിട്ട് കണക്റ്റ് ചെയ്ത വ്യക്തി. സെൽഫ് ലവ് ഒക്കെ നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളവയോട് കാണിക്കേണ്ട കരുണ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവരെ മനസ്സിലാക്കാനും മുറിവേൽപ്പിക്കാതിരിക്കുക എന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ മറന്ന് സെൽഫ് ലവ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരൊരു ക്രിമിനൽ മൈൻഡിലേക്ക് പോകുന്നവരായിട്ട് പറയേണ്ടി വരും. ആ ഒരു സെൽഫ് ലവ് തെറ്റായിരുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അത് കർമ്മഫലമായിട്ട്, അതായത്
അത് അവരുടെ തെറ്റായ ബാഡ് കർമ്മ ചെയ്തതായിട്ടുള്ളൊരു ഫീലിങ്സും ഇമോഷണലി അവരെ പിടികൂടുന്നുണ്ട്. അപ്പോൾ അവരുടെ സെൽഫിഷ് മെൻറ്റാലിറ്റി അവർക്ക് ഇച്ചിരി ഓവറായി പോയോ എന്നുള്ളൊരു ഫീലിങ്സ്. അതായത് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല, ഒരു രാജാവിനെ പോലെ നിന്ന, രാജ്ഞിയെ പോലെ നിന്ന, തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ നിന്ന ആ ഒരു ഫീലിങ്സിൽ വളരെ കുറ്റബോധവും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സക്സസ്, ഒരു പ്രാർത്ഥനയൊക്കെ മനസ്സിനകത്തുണ്ട് അവർക്ക് കേട്ടോ. ഡിസിഷനൊന്നും എടുക്കാൻ പറ്റുന്നില്ല, എല്ലാം സ്റ്റക്കാണ്. പക്ഷെ എന്നാൽ തന്നെ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം മനസ്സുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് മാറി. അത് തന്നെ ഒരു വ്യക്തിയുടെ മാറ്റമാണ്, സ്വയം പ്രാർത്ഥനയിലേക്ക് മാറുക. എന്തോ ഒരു ബന്ധനം അവരുടെ ഉള്ളിലുണ്ട്, നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ട്. അതായത് നിങ്ങളെ വിട്ട് കളഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഒരു അദൃശ്യ ശക്തിയുടെ പ്രസൻസ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അത് നല്ലതിനാണേലും ചീത്തയ്ക്കാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കുക എന്നത് അസാധ്യമാണ്. അതായത് നിങ്ങളെ വിട്ട് കളയുക എന്നത് ഒരിക്കലും സാധ്യമാവില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ശരിക്കും പ്രെയർ ചെയ്യുന്ന, അതായത് അവരൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട്, അവർക്ക് ചുറ്റും അവരൊരു പ്രൊട്ടക്ഷൻ്റെ ഒരു വലയം തീർത്തുകൊണ്ട് അവർ ശരിക്കും ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണമെന്നും ശരിയായ കാര്യങ്ങളിൽ ചെന്ന് ചേരാൻ പറ്റണമെന്നുമുള്ളൊരു പ്രാർത്ഥന അവരിൽ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. 3 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി നിൽപ്പുണ്ട്. ഇപ്പോഴും തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ. അതൊരു ബെർഡൻ പോലെയാണ് കേട്ടോ, ഇറക്കി വെക്കാൻ പറ്റാത്തൊരു ഭാരവും ഉറക്കം കെടുത്തുന്ന ഒരു സ്ട്രെസ് എനർജിയുമാണ് തേർഡ് പാർട്ടിയുടെ പ്രസൻസ് കാണുന്നത്. നിങ്ങളും ലൈഫിലൊരു ഭാഗത്ത് നിൽപ്പുണ്ട്. തേർഡ് പാർട്ടി എനർജി വളരെ കണക്റ്റ് ചെയ്ത്, അതായത് തേർഡ് പാർട്ടി അവരെ മുറുകെ പിടിച്ചുകൊണ്ട് അവരുമായിട്ട് നല്ല രീതിയിൽ നല്ല ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്. പക്ഷെ അവർക്കൊരു ബർഡനും ഒരു സ്ട്രെസ്സുമാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങളെല്ലാം മാറി വരുമെന്നുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ട്. ചിലരെ സംബന്ധിച്ച് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൊരു, വിദേശത്തൊക്കെ ഉള്ളവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉള്ളവരെ സംബന്ധിച്ച് ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ കാര്യങ്ങൾ ക്ലാരിറ്റി വരുമെന്നും വിശ്വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കംഫർട്ട് സോണിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ അവർ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ വഴങ്ങി വരും. എനിക്കിതിനകത്ത് തടസ്സങ്ങളില്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളെ കണക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു അബണ്ടൻസ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളൊരു ഫ്രീഡം എനർജിയിലാണ്, നിങ്ങളൊരു പുതിയ തുടക്കത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുമെന്നും വന്നുകൊണ്ടിരിക്കുന്നു എന്നും ഒക്കെ അവർ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. നിങ്ങൾ വളരെ എന്താ പറയുക, ഒരു ഫ്രീഡം എനർജിയിൽ സ്വതന്ത്രമായി നിൽക്കുന്ന, അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പവറുള്ള, ബ്യൂട്ടിഫുള്ളായ, അട്രാക്റ്റഡ് ആയ ഒരു എനർജി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ചിലരെ സംബന്ധിച്ച് ഇതിനകത്ത് മാര്യേജ് പോലുള്ള ചില കാര്യങ്ങൾക്കുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് കേട്ടോ. മുൻഗണനയുള്ളത് നിങ്ങൾക്കാണ്. ചിലരെ സംബന്ധിച്ച് മാര്യേജ് പോലുള്ള ഒരു ഓപ്ഷൻസ് വന്ന് നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നോക്കുമ്പം അതിൽ നിങ്ങൾക്കാണ് ഒരു മുൻഗണന നൽകുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ഇമോഷണലി നിങ്ങളെ പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്ത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ സംതൃപ്തിയില്ല, എൻ്റെ ലൈഫിൽ ഇനി നിങ്ങൾ ഉണ്ടാവരുതെന്നൊക്കെയുള്ള ശക്തമാകുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളിൽ നിന്നും പോയ വ്യക്തികൾ മുന്നോട്ടേക്ക് ഒരുപാട് ടോക്സിക് സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരെ സംബന്ധിച്ച് അവരൊരു റീയൂണിയന് തയ്യാറായിട്ട് നിൽക്കുകയാണ്, നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ച് ഒരിച്ചിരി ഈഗോയും കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ചിലരെ സംബന്ധിച്ച് ഇതുവരെ കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും ഈഗോ എനർജി മാറിയിട്ടില്ല. പിന്നെ കുറച്ച് അവരുടെ പൊസിഷൻ അനുസരിച്ചും അവരുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ചൊക്കെ നല്ല ടോപ്പ് എനർജിയിൽ നിൽക്കുന്നവരുണ്ട് കേട്ടോ. നല്ല പ്രൗഡായ പൊസിഷനിൽ മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന, ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ആളുകളാൽ അറിയപ്പെടുന്ന നല്ലൊരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന പേരും പ്രശസ്തിയുമുള്ള ചില വ്യക്തികളുടെ എനർജി സ്ട്രോങ് ആയിട്ട് കയറി വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർ വളരെ ദൃഢനിശ്ചയമാണ്. അതായത് കാര്യങ്ങളെല്ലാം അവർക്കറിയാം, ഇന്നതൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അവരവരുടെ ആ ഒരു അവർക്ക് ലഭിച്ചിരിക്കുന്ന പൊസിഷൻ, അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ താഴേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല കേട്ടോ. അതൊരു പരീക്ഷണം പോലെ നിൽപ്പുണ്ട് ചിലരുടെ എനർജിയിൽ. അത് സാമ്പത്തികമായും ഉന്നതിയിലാണ്
അതുപോലെ നല്ല അറിവും മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡായും പ്രശസ്തരായ ചില വ്യക്തികളുടെ പ്രസൻസ് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ഇട്ടിരിക്കുന്ന ബൗണ്ടറി, അവരെവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സ്ഥാനമാനങ്ങളിൽ നിന്നൊന്നും പുറത്തേക്ക് വന്ന് അവരൊരു സ്നേഹം, പ്രണയത്തിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു നല്ല സമയത്തെ അല്ലെങ്കിൽ നല്ല ആ ഒരു സാഹചര്യത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളതും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫാമിലി, കുടുംബജീവിതമായിട്ടൊക്കെ പോകുന്നവർക്ക് ജസ്റ്റിസ് ഉണ്ട് കേട്ടോ. ലീഗൽ പരമായിട്ടൊക്കെ നിങ്ങൾ ഇറങ്ങി തിരിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജസ്റ്റിസ് കിട്ടുന്നുണ്ട്. അതായത് ജസ്റ്റിസ് നൽകണമെന്ന് അവരുടെ ചിന്തകളിലുണ്ട്. ശരിക്കും പെയിൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു എനർജി വൈബിലേക്ക് നോക്കുമ്പം ഈ ലീഗൽ പരമായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളിൽ ഒരു പെയിൻഫുള്ളാകുന്ന ഒരു ധർമ്മസങ്കടത്തിൽ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസും കാണാൻ കഴിയുന്നുണ്ട് അവരുടെ ഓർമ്മകളിൽ കേട്ടോ.